ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തു നമ്മെ അനുഗ്രഹിക്കട്ടെ. പെസഹ എന്താണ്? പുറപ്പാട് പുസ്തകം അതിന്റെ 12-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്, രക്തം കാണുമ്പോൾ സംഹാര ദൂതനായ സാത്താൻ ഭവനത്തിൽ നിന്ന് കടന്നു പോകുന്നു. അതായത് അന്തിമ ബാധയിൽ നിന്ന് രക്ഷ പ്രാപിക്കുന്നതിന്. പെസഹ എന്ന വാക്കിന്റെ അർത്ഥം കടന്നു പോക്ക് എന്നാണ്. ഹല്ലേലൂയ. ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പെസഹ ഒരുക്കത്തെ കുറിച്ച് പറയുന്നത് POC ബൈബിളിൽ നിന്നും മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം അതിന്റെ 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ 1-ാം ദിവസം ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ വന്ന് ചോദിച്ചു, നിനക്ക് പെസഹ എവിടെ ഒരുക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നത്? അവൻ പറഞ്ഞു, നിങ്ങൾ പട്ടണത്തിൽ പോയി ഇന്നയാളുടെ അടുത്ത് ചെന്ന് പറയുക, ഗുരു പറയുന്നു, എന്റെ സമയം സമാഗതമായി, ഞാൻ എന്റെ ശിഷ്യന്മാരോടുകൂടെ നിന്റെ വീട്ടിൽ പെസഹ ആചരിക്കും. യേശു നിർദ്ദേശിച്ചതുപോലെ ശിഷ്യന്മാർ പെസഹ ഒരുക്കി. സ്തോത്രം. മാത്രമല്ല, മറ്റു സുവിശേഷങ്ങളിലും ഇത് രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിലും, ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം അതിന്റെ 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിലും, യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിലും ഇത് സംബന്ധിച്ച് രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. പെസഹ ഒരുക്കിയത് ഒരു വലിയ മാളികയിലാണ്. ആ മാളികയുടെ ഉടമസ്ഥൻ മർക്കോസ് ആയിരുന്നു. ആ മാളിക ഒരു ചരിത്ര സംഭവമായി ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം അതിന്റെ 7 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അതൊരു ചരിത്ര സ്മാരകമായി ഇന്നും യെരുശലേമിൽ നിലനിൽക്കുന്നു. യേശുവിന്റെ കഷ്ട അനുഭവ ആഴ്ചയിലെ ബുധനാഴ്ച ദിവസം സംഭവങ്ങളൊന്നും തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. വ്യാഴാഴ്ചയാണ് അബീബിസ് മാസം 14-ാം തീയതി സന്ധ്യയ്ക്ക് ആ കൊല്ലം പെസഹ വെള്ളിയാഴ്ചയായിരുന്നു. കർത്താവും ശിഷ്യന്മാരും പെസഹ 13-ാം തീയതി വ്യാഴാഴ്ച സന്ധ്യയ്ക്ക് ആചരിച്ചു. സ്തോത്രം. എന്നാൽ പെസഹ രാത്രിയിലെ ഭക്ഷണവും സംഭവങ്ങളും ഹല്ലേലൂയ നിരവധിയാണ്. അതുകൊണ്ട് തിരുവചനം എന്താണ് പറയുന്നത്? മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം അതിന്റെ 20 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ
POC ബൈബിളിൽ നിന്നും വായിക്കാം. വൈകുന്നേരമായപ്പോൾ അവൻ 12 ശിഷ്യന്മാരോടൊത്ത് ഭക്ഷണത്തിനിരുന്നു. ഭക്ഷിച്ചുകൊണ്ടിരിക്കെ അവൻ പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. അവർ അതീവ ദുഃഖിതരായി, കർത്താവേ, അത് ഞാൻ അല്ലല്ലോ എന്ന് ഓരോരുത്തരും അവനോട് ചോദിക്കുവാൻ തുടങ്ങി. അവൻ പ്രതിവച്ചിച്ചു, എന്നോട് കൂടെ പാത്രത്തിൽ കൈ മുക്കുന്നവൻ എന്നെ ഒറ്റിക്കൊടുക്കും. മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ആകുന്നു. എന്നാൽ മനുഷ്യപുത്രനെ ആർ ഒറ്റിക്കൊടുക്കുന്നുവോ അവന് ദുരിതം. ജനിക്കാതിരുന്നെങ്കിൽ അവന് നന്നായിരുന്നു. അവനെ ഒറ്റിക്കൊടുക്കുവാനിരുന്ന യൂദാസ് അവനോട് ചോദിച്ചു, ഗുരു, അത് ഞാനോ? അവൻ പറഞ്ഞു, നീ പറഞ്ഞു കഴിഞ്ഞു. സ്തോത്രം. മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 17 മുതൽ 25 വരെയും, ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം അതിന്റെ 14 മുതൽ 23 വരെയും, യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 12 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിലും പെസഹ ഭക്ഷണത്തെ കുറിച്ച് വ്യക്തമാക്കുന്നു. സ്തോത്രം. പഴയ നിയമത്തിൽ പുറപ്പാട് 12-ാം അധ്യായം ഇവിടെ പ്രസക്തമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം അതിന്റെ 8-ൽ പെസഹ ഭക്ഷണത്തിന്റെ ക്രമീകരണം പ്രത്യേക ചിട്ടയിലാണ് തുടങ്ങിയത്. അതിന്റെ ഒരുക്കത്തിന് വേണ്ടി പത്രോസിനെയും യോഹന്നാനെയും നേരത്തെ അയച്ചു. ഹല്ലേലൂയ. കുരിശാകൃതിയിലുള്ള കമ്പിയിൽ ആട്ടിൻകുട്ടിയെ കെട്ടിവെച്ച് ചുട്ടെടുത്ത് ഭക്ഷണശാലയിലേക്ക് കൊണ്ടുവരും. 3 പാത്രത്തിൽ വീഞ്ഞെടുത്ത് വച്ചിട്ട് കയ്പ് ചീര എല്ലാവരും അല്പം കുടിക്കും. ആദ്യത്തെ പാത്രത്തിലെ വീഞ്ഞ് ഓരോ കപ്പ് എല്ലാവരും കൂടെ കുടിക്കും. പിന്നെ 2 അപ്പം കഴിക്കും. രണ്ടാമത്തെ പാത്രത്തിലെ വീഞ്ഞും എല്ലാവരും ചേർന്ന് കുടിക്കും. പുറപ്പാട് 12-ാം അധ്യായത്തിലെ കഥ അവിടെ വിവരിക്കും. അത് കഴിഞ്ഞ് ആട്ടിൻകുട്ടിയെ കയ്പു ചീരയുടെ ചാറിൽ മുക്കി ഭക്ഷിക്കും. അവസാനം 3-ാമത്തെ പാനപാത്രം സ്തോത്രം ചെയ്ത് കഴിക്കും. ഇതാണ് പെസഹ ഭക്ഷണത്തിന്റെ ചടങ്ങ്. ഹല്ലേലൂയ. ഒരുപക്ഷെ ഇതൊക്കെ ആയിരിക്കും ശിഷ്യന്മാരും ആവർത്തിച്ചെന്ന് നമുക്ക് മനസ്സിലാക്കാം. പെസഹ രാത്രിയിൽ നടന്ന സംഭവങ്ങൾ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ യേശു ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുന്നു. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം അതിന്റെ 21 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ യേശുവിനെ യൂദാസ് കറിയോത്ത ഒറ്റിക്കൊടുക്കുമെന്ന് പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 30-ാം വാക്യത്തിൽ യൂദാസ് കറിയോത്ത സ്ഥലം വിടുന്നു. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം അതിന്റെ 33 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ മറ്റു ശിഷ്യന്മാർ വിശ്വസ്തത ഏറ്റുപറയുന്നു. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം അതിന്റെ 26 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ കർത്തൃമേശ, തിരുവത്താഴം, ലോർഡ് സപ്പർ സ്ഥാപിക്കുന്നു.
യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ യേശു 11 ശിഷ്യന്മാരോട് സംഭാഷിക്കുന്നു. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 15-16 അധ്യായങ്ങൾ ഗത്സമനയിലേക്കുള്ള വഴിയിൽ നടന്ന സംഭവങ്ങൾ. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം മഹാപൗരോഹിത്യ പ്രാർത്ഥന. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം അതിന്റെ 39 മുതൽ 53 വരെയുള്ള വാക്യങ്ങളിൽ ഗത്സമന തോട്ടത്തിൽ യേശു പ്രാണവേദനയിൽ. മത്തായി 26-ാം അധ്യായം അതിന്റെ 47 മുതൽ 50 വരെയുള്ള വാക്യങ്ങളിൽ യേശുവിനെ കാണിച്ചു കൊടുക്കുന്നു. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 50-ാം വാക്യം യേശുവിനെ പടയാളികൾ പിടിച്ചുകൊണ്ടുപോകുന്നു. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം അതിന്റെ 10-11 വാക്യങ്ങളിൽ ശീമോൻ പത്രോസ് മഹാപുരോഹിതനായ മൽക്കോസിനെ വാളെടുത്ത് വെട്ടുന്നു. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം അതിന്റെ 56-ാം വാക്യത്തിൽ ശിഷ്യന്മാർ യേശുവിനെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നു. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങളിൽ പുലർച്ചയ്ക്ക് മഹാപുരോഹിതന്മാരും ജനത്തിന്റെ മൂപ്പന്മാരും എല്ലാം യേശുവിനെ കൊല്ലുവാൻ കൂടി വിചാരിച്ചു. അവനെ ബന്ധിച്ചു കൊണ്ടുപോയി നാടുവാഴിയായ പിലാത്തോസിനെ ഏൽപ്പിച്ചു. പുലർച്ചയ്ക്ക് യേശുവിനെ പിലാത്തോസിന്റെ മുമ്പിൽ ഹാജരാക്കുന്നു. യേശു റോമൻ അധികാരികളുടെ മുന്നിൽ അന്തിമ ബാധയിൽ നിന്നും രക്ഷ പ്രാപിക്കുന്നതിന്, അതായത് പെസഹ കടന്നുപോക്ക്, ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ